അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം ഒരു പുതിയ കലണ്ടർ നമ്മുടെ റൂമിൽ നാം വെച്ചപ്പോൾ അത് എത്ര പെട്ടെന്നാണ് നാം തീർന്നത്. ഇതിന്റെ അർത്ഥം പക്ഷേ നാം നമ്മുടെ ഖബറിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഖബറിലേക്ക് ക്യൂ നിൽക്കുകയാണ് എന്ന ഒരു ബോധം നമ്മളിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മക്കളെയും സമ്പാദ്യത്തെയും കണ്ട് വഞ്ചിതരാവുന്ന നാം നമ്മുടെ ജീവിതത്തിന്റെ നിശാർദങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ആളുകളോടായിട്ട് പണ്ഡിതന്മാരുടെ വാചകം നമുക്ക് കാണാൻ സാധിക്കും. ഹിസാബ്. ഇന്ന് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാം, ഇന്ന് വിചാരണയില്ല. അമൽ. എന്നാൽ നാളെ വിചാരണയാണ്, അവിടെ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ അവസരങ്ങളില്ല. നാം മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം നമുക്ക് ഒരിക്കലും ലഭിക്കൂല. എന്നാൽ ഇന്ന് നമുക്ക് ഒരു വീണ്ടും വിചാരത്തിന് തയ്യാറായാൽ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഇന്ന് വിചാരണയില്ല, എന്നാൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിചാരണയാണ്, പിന്നെ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളില്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഓരോ സമയവും വിലപ്പെട്ടതാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നു, രാവിനെയും പകലിനെയും അള്ളാഹു രണ്ട് ദൃഷ്ടാന്തങ്ങളാക്കി. അതുപോലെ തന്നെ രാത്രിയെ അള്ളാഹു മങ്ങിയതാക്കി എന്നാണ്. എന്നാൽ പകലിനെ അള്ളാഹു പ്രകാശമുള്ളതാക്കി. എന്തിനാണ്? അള്ളാഹുവിൽ നിന്നുള്ള ഫളല്, ഔദാര്യം നിങ്ങൾ തേടാൻ വേണ്ടി, ഉപജീവനം തേടാൻ വേണ്ടി. നിങ്ങൾ കൊല്ലം കണക്കാക്കാൻ വേണ്ടി എന്നാണ്. അള്ളാഹു എല്ലാം കൃത്യമായി വിശദീകരിച്ചു തരുന്നു എന്നാണ്. ഇപ്പൊ രാവിനെയും പകലിനെയും അള്ളാഹു ഉണ്ടാക്കി. രാത്രിയെ നമുക്ക് വിശ്രമിക്കാൻ, പകൽ നമുക്ക് ഉപജീവനം തേടാൻ. പകലിൽ നാം എത്രമാത്രം ജോലി ചെയ്താലും രാത്രി ഉറങ്ങി എണീറ്റാൽ പിന്നീട് ആ ജോലി ചെയ്ത ഭാരമെല്ലാം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നു. പിന്നെ നമുക്ക് പുതിയൊരു ഊർജം ലഭിച്ച് പിറ്റേ ദിവസവും നാം ജോലിയിലേക്ക് ഇറങ്ങുന്നു. ഇങ്ങനെ ഈ ദുനിയാവിനെ അള്ളാഹു സംവിധാനിച്ചു. രാവിനെ അള്ളാഹു നമുക്ക് പ്രകാശമുള്ളതാക്കി, രാത്രിയെ അള്ളാഹു മങ്ങിയതാക്കി. നിങ്ങൾക്ക് കൊല്ലങ്ങൾ കണക്കാക്കാൻ, വർഷങ്ങൾ കണക്കാക്കാൻ അള്ളാഹു എല്ലാ കാര്യം കൃത്യമായി വിശദീകരിച്ചു തരുന്നു എന്നാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിൽ ഒരു ദിവസം നാം നമ്മുടെ മൊബൈലിൽ രാവിലെ എണീക്കാൻ ഒരു അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നാം എണീക്കുന്നത് പോലെ അള്ളാഹു നമ്മുടെ മരണത്തിന് ഒരു നാം അലാറം വെക്കുന്നത് പോലെ നമുക്ക് മരണത്തിനും ഒരു അലാറമുണ്ട്. അഥവാ ആ സമയം എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു അത് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. നാം ഉമ്മയുടെ വയറ്റിലായപ്പോൾ ആ സമയം എത്തിക്കഴിഞ്ഞാൽ നാം ഓരോരുത്തരും മരിക്കും. തീർച്ചയാണ് മരണം. അത് എപ്പോൾ വരും, എവിടെ വെച്ച് മരിക്കും ഒന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ ദുനിയാവ് ഓരോ നിമിഷവും നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോ മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ചൊരിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കണേ എന്ന് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ദുനിയാവും ആഖിറവും നമുക്ക് വേണം. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന, ധാരാളമായി പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന നമുക്കറിയാം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്നാണ്. റബ്ബേ, എനിക്ക് ദുനിയാവിൽ നന്മ നൽകണേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, പരലോകത്തും എനിക്ക് നീ നന്മ നൽകണേ എന്നാണ്. അതുകൊണ്ട് രണ്ടിനും നാം പ്രാർത്ഥിക്കണം. ഈ രണ്ട് കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ നാം ദുനിയാവിൽ നാം ജീവിക്കുമ്പോൾ പരലോകം മറന്നുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് നഷ്ടമാണ്. കാരണം ദഖാത്തുൽ ഖൽബി മർഇൻ ഖായിലത്തുൽ ലഹു ഇന്നൽ ഹയാത ദഖായിഖു സവാനി. മനുഷ്യ, നിന്റെ ഹൃദയമിടിപ്പുകൾ നിന്നോട് പറയുന്നത് ജീവിതം മിനിറ്റുകളും സെക്കൻഡുകളും മാത്രമാണെന്നാണ്. അതുകൊണ്ട്
ഈ ദുനിയാവിൽ നമുക്ക് ലഭിച്ച അവസരങ്ങൾ അത് നന്മയുടെ വഴിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ ജുലൂസൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു. വശംസു ഖുഐഖിയാൻ ബഅദൽ അസർ, അസറിന് ശേഷം ഖുഐഖിയാൻ എന്ന് പറയുന്ന കുന്നിൻ ചെരുവിൽ സൂര്യനെ കണ്ടു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂര്യനിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, മാ അമാറുക്കും ഫി അമാരി മിൻ മളാ ഇല്ലാ കമാ ബഖിയ മിൻ നഹാർ ഫീമാ മളാ മിൻഹു. അസ്തമിക്കാൻ നിൽക്കുന്ന സൂര്യനെ നോക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അസറിന് ശേഷം ഇതാ ഇനി അസ്തമിക്കാതിരിക്കുന്ന സൂര്യനുണ്ടല്ലോ, അത്രയേ നമുക്ക് ഈ ദുനിയാവിൽ ആയുസുള്ളൂ, ബാക്കിയെല്ലാം നമ്മുടേത് തീർന്നു കഴിഞ്ഞു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഉണർത്തിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അഅ്മാറു ഉമ്മത്തി മാ ബൈന സിത്തീന ഇലാ സബീൻ, എന്റെ ഉമ്മത്തിന്റെ പ്രായം 60-നും 70-നും ഇടക്കാണ് എന്നാണ്. അതിൽ കൂടുതൽ ജീവിക്കുന്നവർ വളരെ കുറവായിരിക്കുമെന്നാണ്. അതുകൊണ്ട് നമുക്കറിയാം, അതിൽ കൂടുതൽ ജീവിച്ചാൽ തന്നെ അത്ഭുതകരമാണ്. 60-നും 70-നും ഇടക്ക് നമുക്ക് കിട്ടുന്ന ഈ പ്രായം അത് നല്ല രൂപത്തിൽ വിനിയോഗിക്കാൻ സാധിച്ചാൽ നമ്മളാണ് ഭാഗ്യവാന്മാർ, നമ്മളാണ് സൗഭാഗ്യവാന്മാർ. കിട്ടിയ ആയുസ്സിൽ കൂടുതൽ നന്മകൾ ലഭിക്കാൻ അവസരം ലഭിച്ചു എന്നുണ്ടെങ്കിൽ അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം. എന്നാൽ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും, വലതജിദന്നഹും അഹറസന്നാസി അലാ ഹയാതി വമിനല്ലദീന അശ്റകൂ യവദ്ദു അഹദഹും ലൗ യുഅമ്മറു അൽഫ സന. ബഹുദൈവ വിശ്വാസികളെക്കാൾ ജൂതന്മാർ ആഗ്രഹിക്കും ഞങ്ങൾക്ക് 1000 വർഷം ജീവിക്കാൻ അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ എന്നാണ്. അള്ളാഹു പറയാ, വമാ ഹുവ ബിമുസഅ്സിഹി മിനൽ അദാബി അൻ യുഅമ്മർ വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ. അള്ളാഹു അവർക്ക് ദീർഘായുസ് നൽകി എന്നുള്ളത് അവരെ ശിക്ഷയിൽ നിന്ന് അകറ്റാൻ അത് സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് ആയുസ് പല ആളുകൾക്കും അള്ളാഹു നിശ്ചയിച്ചത് പല വിധമാണ്. എന്നാൽ എത്ര ആയുസ് തന്നാലും ആയുസ് കൂടുതൽ കിട്ടി എന്നുള്ളത് കൊണ്ട് അത് അള്ളാഹുവിന്റെ ശിക്ഷ ലഘൂകരിക്കാൻ കാരണമല്ല. അതുകൊണ്ട് ഏത് സമയത്ത് മരിച്ചാലും മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ആ ഒരു ഓർമ്മ നമുക്കുണ്ടാവണം. നാം ആലോചിക്കുക, എത്രയോ ജനാസയിൽ നമ്മൾ പങ്കെടുത്തു, എത്രയോ പ്രാവശ്യം പള്ളിക്കാട്ടിലൂടെ നമ്മൾ നടന്നുപോയി, എത്രയോ മയ്യത്തുകൾ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇറക്കി വെച്ചു, എത്രയോ സുഹൃത്തുക്കളുടെ വാർത്ത നമ്മുടെ കൂടെ ഒരുപാട് കാലം കുവൈത്തിൽ ജോലി ചെയ്ത് പിന്നീട് മരിച്ച വിവരം നമ്മൾ കേൾക്കുന്നു. എന്നാൽ ആ സമയത്ത് നാം മരിക്കുമെന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർസ്ഥാനിലേക്ക് ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, അസ്സലാമു അലൈക്കും അഹ്ലു ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഖബറാളികളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. നിങ്ങളോടൊപ്പം ചേരുന്നതാണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ. നിങ്ങൾ അൻതും ഫറത്തുന വഹനലക്കും തബഉൻ, നിങ്ങൾ ഞങ്ങളുടെ മുൻഗാമികൾ, നിങ്ങൾക്ക് ശേഷം വരുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾക്കും ഞങ്ങൾക്കും വനസ്അലുല്ലാഹു ലനാ വലക്കും അൽ ആഫിയ, നിങ്ങൾക്കും ഞങ്ങൾക്കും നാം സൗഖ്യം ചോദിക്കുന്നു എന്നാണ്. അസ്സലാമു അലൈക്കും യാ അഹ്ലുൽ ഖുബൂർ, ഖബറാളികളെ, യഗ്ഫിറുല്ലാഹു ലനാ വലക്കും, ഞങ്ങൾക്കും നിങ്ങൾക്കും അല്ലാഹു പുറത്തരട്ടെ. അൻതും സലഫുന വനഹ്നു ബിൽ അസർ, നിങ്ങൾ ഞങ്ങളുടെ മുൻഗാമികൾ, ഞങ്ങൾ പിൻഗാമികൾ, ശേഷം വരുന്നവരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട് എന്നാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിലൂടെ നടക്കുമ്പോൾ നാളെയുടെ ജീവിതം എന്താകുമെന്ന ചിന്ത, അത് ഈ ദുനിയാവിന്റെ നിസാരത അത് സ്വഹാബത്തിനെ പഠിപ്പിച്ചിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു ചത്ത ആടിനെ കാണാം. അതിന്റെ ചെവിയാണെങ്കിൽ മുറിഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇതിന് ആർക്ക് വേണം ഒരു ദിർഹമിന്? സ്വഹാബത്തൊക്കെ മാറി നിന്നു, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രംഗം കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഉരീബുൻ ഔ ആബിറു സബീൽ, നീ ദുനിയാവിൽ
ഒരു അപരിചിതനെ പോലെ, ഒരു വയ്യാത്രക്കാരനെ പോലെ നീ ആവുക. ഖബറാളികളുടെ കൂട്ടത്തിൽ നീ നിന്നെ എണ്ണുക എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇദാ അസ്ബഹത ഫലാ തുഹദ്ദിസ് നഫ്സക ബിൽ മസാ, നീ നേരം വെളുത്താൽ വൈകുന്നേരത്തെ കുറിച്ച് പറയരുത്. വഇദാ അംസീത ഫലാ തുഹദ്ദിസ് നഫ്സക ബിസ് സബാഹ്, വൈകുന്നേരമായാൽ രാവിലെ കുറിച്ച് നീ പറയരുത്. വഖുദ് മിൻ സിഹ്ഹതിക ഖബല സഖമിക്, രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യം നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുക. വമിൻ ഹയാതിക ഖബല മൗതിക്, നിന്റെ മരണത്തിന് മുമ്പ് നിന്റെ ജീവിതം നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുക. ഫഇന്നക ലാ തദ്രി യാ അബ്ദുല്ലാഹ് ഇസ്മുക അദാ, നാളെ നിന്റെ പേര് എന്താകുമെന്ന് അറിയുകയില്ല എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഉണർത്തിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അവസാനിപ്പിക്കുന്ന നേരത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാഹ്, ഒരു അടിമക്ക് തന്റെ കാൽപാദം മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല 4 കാര്യങ്ങൾ ചോദ്യം ചെയ്യാതെ. എന്താണ്? അൻ ഉംരിഹി ഫീമാ അഫ്നാഹ്, അവന്റെ പ്രായം അവൻ എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളത്, എങ്ങനെ നശിപ്പിച്ചു. വൻ ശബാബിഹി ഫീമാ അബ്ലാഹു, തന്റെ യുവത്വം അത് എങ്ങനെ വിനിയോഗിച്ചു. വൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു, എവിടെ നിന്നാണ് പണം സമ്പാദിച്ചത്. വഫീമാ അൻഫഖഹു, എങ്ങനെയാണ് അത് ചെലവഴിച്ചത്, എവിടെ നിന്ന് പണം സമ്പാദിച്ചു. ഹലാലായ മാർഗത്തിലൂടെയാണോ? നമ്മുടെ പോക്കറ്റിലുള്ള, നമ്മുടെ അക്കൗണ്ടിലുള്ള പണം അത് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചതാണോ? വഫീമാ അൻഫഖഹു, നീ ചെലവഴിച്ചതിനെ കുറിച്ച്. വൻ ഇൽമിഹി മാദാ അമില ഫീഹി, നിനക്ക് ലഭിച്ച വിജ്ഞാനം കൊണ്ട് നീ എന്തു പ്രവർത്തിച്ചു. ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടല്ലോ, പക്ഷേ ഇതുകൊണ്ടൊക്കെ നിന്റെ ജീവിതത്തിൽ എന്തുണ്ട് എന്ന് നമ്മോട് ചോദിക്കാതെ പരലോകത്ത് നമ്മുടെ കാൽപാദം മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം ആലോചിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റസൂൽ അയ്യുന്നാസി ഖൈർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടന്ന് ചോദിക്കുന്നു, ഏറ്റവും നല്ല മനുഷ്യർ ആരാണ്? മൻ തോല ഉംറുഹു വഹസന അമലുഹു, ദീർഘമായ ആയുസ് ലഭിച്ചു, അവന്റെ കർമ്മങ്ങൾ നന്നാക്കി. ഫഅയ്യുന്നാസി ശർ, ഏറ്റവും ദുഷിച്ച മനുഷ്യൻ ആരാണ്? മൻ തോല ഉംറുഹു വസഅ അമലുഹു, ഒരുപാട് കാലം ജീവിച്ചു, ഒരു നന്മയും ചെയ്തില്ല, മോശമായ പ്രവർത്തനം ചെയ്തുകൊണ്ട് ജീവിച്ചു, അവനാണ് ഏറ്റവും മോശപ്പെട്ട മനുഷ്യനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെങ്കിൽ നമ്മൾ ആലോചിക്കുക. ഇപ്പോൾ നമുക്ക് നടക്കാനും ഇരിക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട്. എന്നാൽ നമ്മളെ അള്ളാഹു തലതിരിച്ചു വരുന്ന ഒരു രംഗം വരാനുണ്ട്. എങ്ങനെ? നമ്മൾ ചെറിയ കുട്ടിയായിരുന്ന അതേ അവസ്ഥയിലേക്ക്. അള്ളാഹു പറയാ, തല തിരിച്ചു കൊണ്ടുവരുമെന്നാണ്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? വല്ലവനും ദീർഘായുസ് നൽകുന്നുവെങ്കിൽ അവന്റെ പ്രകൃതി തലതിരിച്ചു കൊണ്ടുവരുമെന്ന് സൂറത്ത് യാസീനിൽ അള്ളാഹു പഠിപ്പിക്കുക. നമ്മള് ഈ സമയത്ത് നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നമുക്ക് യാത്ര പോകാൻ സാധിക്കും. എന്നാൽ കുറച്ചുകൂടി അള്ളാഹു ആയുസ് തന്നാലോ നമ്മൾ ഈ പ്രവാസക്ക് നിർത്തി നാട്ടിൽ കൂടും. നാട്ടിൽ നിന്നോ നമ്മുടെ കുറച്ചുകൂടി ആയുസ് തന്നാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒതുങ്ങും. വീണ്ടും അള്ളാഹു ആയുസ് തന്നാലോ നമ്മുടെ വീടിന്റെ അകത്തളത്തിൽ നമ്മൾ ഒതുങ്ങും. പിന്നീട് നമുക്ക് എല്ലാ കാര്യങ്ങളും, നമ്മൾ കുട്ടിയായിരുന്നപ്പോ നമുക്ക് നമ്മുടെ ഉമ്മ ഭക്ഷണമെല്ലാം എടുത്തു തന്നതുപോലെ നമുക്ക് വേണ്ടി ഭക്ഷണം വിളമ്പിത്തരാൻ, നമുക്ക് നമ്മുടെ വായയിലേക്ക് വെള്ളം ചോരിത്തരാൻ, ഇങ്ങനെ എല്ലാത്തിനും ആളുകളുള്ള ചെറിയൊരു കുട്ടിപ്രായത്തിലേക്ക് കുട്ടികളെ പോലെ ആകുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. അതുകൊണ്ട് അതിന്റെ മുമ്പ് നാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ആയുസ്സുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നാം നമ്മുടെ ആയുസ് വിലപ്പെട്ടതാണെന്ന് ഞാൻ നിങ്ങളും തിരിച്ചറിയുക. ജീവിതത്തിൽ കിട്ടുന്ന നന്മകൾ നാം ഉപയോഗപ്പെടുത്തുക. എന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിക്കും. നാം പള്ളിക്കാട്ടിൽ നാം ഒറ്റക്കാണ് എന്ന് നാം തിരിച്ചറിയുക. ഖബറിൽ നമ്മോടാണ് ചോദ്യമെന്ന് നാം തിരിച്ചറിയുക. എന്റെ ഇമാമാരെന്ന് നമ്മളോടാണ് ചോദ്യം. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു തന്നുകൊണ്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ സാധിക്കണമെങ്കിൽ പ്രവാചകന്റെ മാതൃകൾ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് സാധ്യമാകൂ എന്ന് നാം തിരിച്ചറിയുക. അതുകൊണ്ട് ജീവിതത്തിൽ പുതിയ ഒരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കാൻ ഇരിക്കുകയാണ്. പുതിയൊരു കലണ്ടർ തൂക്കാൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് ഈ ഒരു പുതിയ ദിനം എങ്ങനെയാകുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ മക്കൾ ഒരു വർഷം സ്കൂളിൽ പോയിട്ടില്ല.
അതുപോലെ തന്നെ നമ്മുടെ കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന്റെ കീഴിൽ നടക്കുന്ന മദ്രസകൾ നമുക്കറിയാം ഇപ്പോൾ ഓരോ വർഷത്തോളമായി ഓൺലൈൻ നടന്നുകൊണ്ടിരിക്കുന്നു. നാട്ടിലുള്ള ക്ലാസ്സുകളും എല്ലാം ഓൺലൈനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ലോകത്തെല്ലായിടത്തും ഇതേ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാളെയുടെ ഒരു ലോകം നല്ലതാവാൻ നാം പ്രാർത്ഥിക്കുക. നമ്മുടെ നാടിൽ നമുക്കറിയാം എല്ലാവരും ദുനിയാവിന്റെ തിരക്കുകളിലാണ്. ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, അതിന്റെ ചൂടിലാണ് നാടിൽ. അങ്ങനെ പലരും അതിന് സജ്ജരായി. പല ആളുകളും നാട്ടിലാണുള്ളത്. പല ആളുകളും നാട്ടിൽ നിന്ന് തിരിച്ചു വരാൻ പ്രയാസപ്പെടുന്നു. എല്ലാത്തിലും ഒരു സൗകര്യം നമുക്ക് ആവശ്യമാണ്. എല്ലാം തരുന്നവൻ റബ്ബാണെന്ന് നാം തിരിച്ചറിയുക. നാം പ്രാർത്ഥിക്കുക, കൈകൾ ഉയർത്തി അള്ളാഹുലേക്ക് നാം അടുക്കുക, കൂടുതൽ ഇസ്തിഗ്ഫാറുകൾ ചെയ്യുക. അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ അള്ളാഹു കൂടുതൽ തുറവി നമുക്ക് നൽകുകയും അള്ളാഹു നമുക്കുണ്ടാക്കുന്ന ഈ പരീക്ഷണങ്ങളെല്ലാം അള്ളാഹു മാറ്റിത്തരും. ശുഭപ്രതീക്ഷയോടുകൂടി പുതിയ വർഷത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു ഈ പുതിയ വർഷം നല്ലൊരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ, ഇപ്പോഴുള്ള പരീക്ഷണങ്ങളെല്ലാം അള്ളാഹു നമ്മളിൽ നീക്കി എല്ലാവർക്കും സുഖത്തോടെയും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ആരോഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നാഥ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ മാറാ രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നവരുടെ നാഥ അവർക്ക് നീ ആശ്വാസം നൽകണേ റഹ്മാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.